നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകണമെന്ന് ഹൈക്കോടതി. നടിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിനാണ് നിർദ്ദേശം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. രോഹിണി, നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ നേരത്തെ നടിയുടെ ഹർജിയിൽ ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അന്വേഷണം നടത്തി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് ഈ ഇരയ്ക്ക് ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഇവർ ഹൈക്കോടതിയിൽ വീണ്ടും ഹർജി നൽകിയത്. ആ ഹർജിയിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് കൈമാറാനായിട്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് അത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ വിവോ ഫോണിൽ ഇട്ട് ഈ മെമ്മറി കാർഡ് 2 തവണയിലധികം പരിശോധിച്ചിട്ടുണ്ട്. ഇത് FSL റിപ്പോർട്ടിൽ അടക്കം വ്യക്തമായിരുന്നു. തുടർന്നാണ് ഈ കോടതിയുടെ പരിധിയിലിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലൊരു തൊണ്ടുമുതൽ ഇങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഉപയോഗിച്ചതിൽ ഒരു അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യം നടി മുന്നോട്ട് വെച്ചത്. എന്തായാലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിക്കാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് നടിക്ക് കൈമാറാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് എന്തായാലും നേരത്തെ തന്നെ നടി ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ച വേളയിൽ പ്രധാനപ്പെട്ട ഒരു വാദമെന്ന് പറഞ്ഞത് ഈ താൻ ഇരയായതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് വേണം, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള അവകാശം ഭരണഘടനാപരമായിട്ട് തനിക്കുണ്ട് തുടങ്ങിയ വാദഗതികളായിരുന്നു ഹർജിക്കാരി ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇരയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മെമ്മറി കാർഡ് ചോർന്നു എന്നതിൽ ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ള ഒരു നിലപാട് ആദ്യഘട്ടം മുതലേ നടി സ്വീകരിക്കുന്നു. എന്തായാലും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിക്ക് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.